ഹായ് പ്രിയരെ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ രഹസ്യഭാഗത്ത് ചൂടുള്ള വെളിച്ചെണ്ണ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു പൊള്ളിച്ചു. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഭർത്താവ് പൂർവ്വ കാമുകിയോടൊത്ത് ഉള്ള ഫോട്ടോസും വീഡിയോസും അദ്ദേഹത്തിൻ്റെ ഫോണിൽ പെൺകുട്ടി കാണാനിടയായി. എന്തായി കഴിഞ്ഞാലും നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരു ഒഫൻസാണ് ഈ പെൺകുട്ടി ചെയ്തതെങ്കിലും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചു നോക്കുമ്പോൾ അത് ശരിയാണ്. തൻ്റെ കാണപ്പെട്ട ദൈവമായി തൻ്റെ ഭർത്താവായി സ്വീകരിച്ച പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ആ പെൺകുട്ടിക്കുള്ള വികാരം. അതുകൊണ്ട് ആ വികാരം പൊട്ടിപ്പുറപ്പെട്ടു അവൾ പ്രതികരിച്ചു. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ എവിടെ നിന്നുണ്ടായി? അപ്പോൾ അവിടെ അവരല്ല ശിക്ഷിക്കേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ അംശങ്ങളിലേക്ക് പോകുമ്പോൾ, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് അവൾ വരുന്നത്. കൂടുതലും പ്രതീക്ഷ ഭർത്താവിലാണ്. തൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരിക്കണം, പരസ്ത്രീ ബന്ധം പാടില്ല, മദ്യപാനം പാടില്ല, മയക്കുമരുന്ന് പാടില്ല എന്നൊക്കെയാണ് പെൺകുട്ടികളുടെ ചിന്തകൾ. അതിൽ പലതും അവരുടെ ചിന്തക്ക് വിപരീതമായിട്ടാണെങ്കിൽ പോലും പരസ്ത്രീ ബന്ധം ഒരു പെണ്ണും സഹിക്കില്ല. ആണുങ്ങൾ സഹിക്കില്ലല്ലോ. തൻ്റെ ഭാര്യയ്ക്ക് ഒരു പരപുരുഷ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾ. പെണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ സഹിക്കാനുള്ളൊരു പ്രൊഡക്റ്റ് ഒന്നല്ല, അല്ലെങ്കിൽ ഒരു വസ്തു അല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ ഒരു പെൺകുട്ടി പ്രതികരിക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറ്റക്കാരൻ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആരുടെയെങ്കിലും ഫോണിലൊക്കെ ഇത്രയും വീഡിയോസോ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. മറ്റൊരു കാര്യം, പൂർവ്വ കാമുകി എന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുമ്പ് ഈ പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അത് അവസാനിച്ചു. ഒന്നുമല്ല വീട്ടുകാരെ നിർബന്ധത്തിനായിരിക്കും, അല്ലെങ്കിൽ പരസ്പര ധാരണയോട് കൂടിയിട്ടായിരിക്കും ഇവർ വേർപിരിഞ്ഞിട്ടുണ്ടാകുക. അത് അവിടെ അവസാനിച്ചു. പിന്നീട് ആ മധുരം നുകർന്ന് അതിൻ്റെ പുറകെ പോകുമ്പോൾ ഈ കുടുംബ ബന്ധം എന്തായി? ഈ പെൺകുട്ടിയുടെ ജീവിതം എന്തായി? അതേപോലുള്ള ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാനുണ്ട്. പെൺകുട്ടി വീട്ടുകാരെ ഉപേക്ഷിച്ച് കുറേ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് ഭർത്തൃ വീട്ടിലേക്ക് വരുന്നു. ഒരുപക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും ഈ കല്യാണം നടന്നിട്ടുണ്ടാവുക. ആ കാമുകയായിട്ടുള്ള ബന്ധം വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് മാറ്റിക്കുക. അപ്പോൾ ഇവന് വീട്ടുകാരെ ബോധിപ്പിക്കാൻ കല്യാണം കഴിച്ചു, ബന്ധം അവിടെ തുടരുന്നു. അപ്പോൾ രണ്ട് തോണിയിലും കാലിട്ടിരിക്കുന്നൊരു സ്വഭാവം അത് കാലാകാലങ്ങളായിട്ട് ചിലരുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. വീട്ടുകാരുടെ നിർബന്ധത്തിന് കല്യാണം കഴിക്കുമ്പോൾ സൗന്ദര്യം കുറഞ്ഞ പെണ്ണായി. അപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നൊരു അംഗീകാരം കിട്ടാതെ വരുമ്പോൾ അമ്മായിമ്മ പോര്, അമ്മായിയച്ഛൻ പോര്, നാത്തൂൻ പോര്, ഇതൊക്കെ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരും. പ്രസവിക്കുക എന്നൊരു പ്രക്രിയ സ്ത്രീയിലൂടെ നടക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ സ്ത്രീകൾക്ക് കുട്ടികളൊക്കെ അതിനെ വിട്ടുപോകാൻ പറ്റില്ല. അതൊരു ബാധ്യതയാണ്. വീട്ടുകാർ നോക്കിക്കൊള്ളണമെന്നില്ല. കെട്ടിച്ചു വിടുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന വീട്ടുകാരും ഉണ്ട്. മക്കളായിട്ട് തിരിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ അവരെ കറുത്ത മുഖം കാണേണ്ടി വരും. അപ്പോൾ ഇത് സഹിക്കുക തന്നെ. പലരും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ എന്ത് വേണമെന്നറിയും? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വിവാഹം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ പുരുഷനായാലും സ്ത്രീക്കായാലും ആരുടെയെങ്കിലും പോയി കൂടെ ജീവിക്കുന്നതിനൊരു തെറ്റില്ല. ലീഗലി വെഡഡ് വൈഫ് ഇതായിരിക്കും. മറ്റത് ഒരു വെപ്പാട്ടി വില വെച്ചുകൊണ്ടിരിക്കുക. അത് നിയമപരമായിട്ട് വിവാഹം ചെയ്യുമ്പോൾ മാത്രമേ അത് നിയമം ഇടപെടുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു വിലക്ക് ഇവിടില്ല. ആ നിയമം ആദ്യം മാറണം. ഭർത്തൃമതിയായ ഒരു സ്ത്രീ ആയാലും വിവാഹിതനായ ഒരു പുരുഷനായാലും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആരെങ്കിലും കൂടെ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമം അവരുടെ പേരിൽ കേസെടുക്കണം. അപ്പോൾ ഒരു 50% വരെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് സ്ത്രീകളൊക്കെ പ്രതികരിച്ച് തുടങ്ങി. പഴയ കാലം പോലെ കണ്ട് ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട കാലഘട്ടമല്ലത്. പെൺകുട്ടികളൊക്കെ മാന്യമായി പഠിച്ച് ജോലിയൊക്കെ തേടി. അപ്പോൾ നീ പോയാൽ നിൻ്റെ പണിക്ക് പോട്ടടാ എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കി പുറംകാലം കൊണ്ട് ചവിട്ടി പോരാൻ ചങ്കൂറ്റം ഇന്ന് പെൺകുട്ടികൾക്കുണ്ടായി. നിസ്സാര കാര്യങ്ങൾക്ക് വിഷയം ഉണ്ടാക്കി പോരണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പോരുന്ന പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിൽ കുറവല്ല. അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. നിങ്ങളുടെ ജീവിതം പോയി. ഇപ്പോൾ ഈ രഹസ്യ ഭാഗത്ത്
വെളിച്ചെണ്ണ ഒഴിച്ച് പൊള്ളിച്ചോടി തുടർന്ന് നിങ്ങൾക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞത്. അതില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തത് പിന്നീട് അത് ആലോചിക്കേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങൾ തെറ്റൊക്കെ തിരുത്തിയ ആൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ സാധനം പോയി കിട്ടി. അപ്പോൾ ഇതിന് ആ പെണ്ണും തെറ്റുകാരിയാണ്. ഭർത്തൃമതിയായ ഒരു സ്ത്രീയുടെ കുടുംബജീവിതത്തിലേക്ക് കടന്ന് ഇത്തരത്തിലുള്ള സംഭവത്തിന് പ്രേരണ നൽകിയതിൽ ഇദ്ദേഹത്തിൻ്റെ കാമുകി ആരായാലും അവരെ രംഗത്ത് കൊണ്ടുവരണം, അവരെ പേരിലും കേസ് എടുക്കണം. അപ്പം അതുകൊണ്ട് മനസ്സിലായല്ലോ, പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പുറകെയുള്ള കേസ് ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇവർ നോക്കും. ചെറിയൊരു പെറ്റി കേസൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ആണുങ്ങൾ സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലീഗൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുക, മര്യാദക്ക് ജീവിക്കുക. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ഇതിലിടപെടും. എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ ഒരു കഥ, അനുഭവത്തിലുണ്ടായ ഒരു കഥ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ നമുക്ക് ഉത്രാവധം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് പെൺകുട്ടിയെ കൊന്നത്. ഉത്ര എന്ന പെൺകുട്ടി ഒരു ചെറിയൊരു ഡിഫക്റ്റ് എന്തുള്ളൊരു കുട്ടിയായിരുന്നു. ഒരുപാട് സ്വർണം പണമൊക്കെ കൊടുത്ത് ഒരു കല്യാണം കഴിച്ചു വിട്ടു. വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ മകളുടെ ഈ കുറവ് കാരണം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, വിവാഹബന്ധം നിയമപരമായിട്ട് വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് എടുത്തു കഴിഞ്ഞാൽ അവന് ഇത് മരിക്കും ചെയ്ത് ഈ സ്വത്തൊക്കെ കിട്ടുകയും ചെയ്ത് മറ്റൊരു കല്യാണം കഴിക്കാം. അതേപോലത്തെ ട്രിക്കാണത്. വീട്ടുകാർക്ക് ഇഷ്ടമല്ലാതെ വിവാഹം കഴിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി വീട്ടുകാരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നു. ഇപ്പോൾ പൂർവ്വബന്ധം ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അത് തുടർന്ന് പോകുന്ന നൂറുകണക്കിന് കേസുകൾ നമുക്ക് കാണിച്ചു തരാം. എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയെ, ഇന്നവർ ഗ്രാൻഡ് മദറാണ്. 18ാമത്തെ വയസ്സിൽ അവരെയും കല്യാണം കഴിച്ചു. കല്യാണ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു കമൻറ്റും കിട്ടിയില്ല. കാരണം അവരുടെ കുടുംബക്കാരെല്ലാവരും വളരെ നല്ല ആളുകളാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, സാമൂഹ്യ പ്രവർത്തകരാണ്, നാട്ടിലൊക്കെ എല്ലാവരും അറിയുന്ന കുടുംബമാണ്. അപ്പോൾ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച കുഴപ്പമില്ല, അവരുടെ മൂത്ത മകനാണ് ഈ കല്യാണം അന്വേഷിച്ചു വന്നത്. മൂത്ത മകൻ ആൾ നാട്ടിലല്ല ജോലി, ബോംബെയിലായിരുന്നു, പിന്നീട് ഗൾഫിലായിരുന്നു. വർഷത്തിലൊരിക്കലും 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ മാത്രമേ നാട്ടുകാർക്ക് അറിയുള്ളൂ. വന്നു കഴിഞ്ഞാൽ ആൾ നല്ല മാന്യനാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു, സുമുഖനാണ്. അപ്പം അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു ബാഡ് ഇമേജ് അവരെക്കുറിച്ച് കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ഗർഭിണിയായി. ഇയാൾ തിരിച്ച് ഗൾഫിലേക്ക് പോയി. പെൺകുട്ടി പ്രസവിച്ചു, ഒരു ആൺകുട്ടിയായിരുന്നു. ആൺകുട്ടിക്ക് 3 മാസം ഉള്ളപ്പോൾ ഇയാൾ വന്നു. ഇയാൾ വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോയി. പിന്നീട് ആളെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അദ്ദേഹം ഇത്രയും കാലമായിട്ട് വീട്ടിലേക്ക് പൈസ അയക്കുമോ, വീട്ടുകാരെ അന്വേഷിക്കുമോ, കുടുംബമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെയാണ്. വല്ലപ്പോഴും വരും പോവും. പക്ഷെ നാട്ടുകാർക്ക് ഇതറിയില്ല, വീട്ടുകാരിത് മറച്ചു വെച്ചു. കല്യാണം കഴിച്ചാൽ അത് ശരിയാവുമെന്ന് വിചാരിച്ചൊരു പെൺകുട്ടിയുടെ ജീവിതം ഭാഗ്യ പരീക്ഷണത്തിനായിട്ട് ഈ വീട്ടുകാർ അതിന് കൂട്ടുനിന്നു. നാട്ടുകാർക്ക് ഇതറിയില്ല, ഇവരോട്ട് പറഞ്ഞതുമില്ല. അങ്ങനെ ഇദ്ദേഹം പഴയ വല്യവിധന ആവർത്തിച്ചു കൊണ്ടിരുന്നു. പലയിടത്തും കറങ്ങി അയാൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ച്. അങ്ങനത്തെ ഒരു കുടുംബമൊന്നും പറ്റില്ലല്ലോ. പിന്നീട് 24 വർഷത്തിന് ശേഷമാണ് അയാൾ നാട്ടിലേക്ക് വന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന വീട്ടുകാർ നിങ്ങളുടെ മകൻ്റെ ഭാഗ്യപരീക്ഷണത്തിനുള്ളൊരു വസ്തുവല്ല മറ്റുള്ളവർ കഷ്ടപ്പെട്ട് വളർത്തിയ പെൺകുട്ടികൾ. ഇത് അന്നൊക്കെ ഈ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കുക. കുറേ കാലമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് വന്നു നിന്നു, കുട്ടീനെ വളർത്തി, മോനെ കല്യാണം കഴിച്ചു, കുട്ടികളായി, കുടുംബമായി, അവരങ്ങനെ പോകുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ജീവിതം അയാളും അയാളുടെ വീട്ടുകാരും കൂടി കുളം തോണ്ടി മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ പലപ്പോഴും നിർബന്ധിച്ചപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചില്ല. കാരണം വിവാഹം കഴിച്ച കുട്ടിയുടെ അച്ഛനൊരുത്തിൽ, അമ്മയൊരുത്തിൽ, കുട്ടിയൊരുത്തിൽ 3 തലങ്ങളിലായി മാറും. അതുകൊണ്ട് മകൻ്റെ ഭാവി ആലോചിച്ചിട്ട് അവരുടെ ജീവിതം ഹോമിച്ചു. ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു, മകൻ ജോലി ചെയ്യുന്നു, സന്തോഷമായിട്ട് പോകുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സ്വന്തം മകൻ്റെയോ അല്ലെങ്കിൽ കൂടപ്പറപ്പുകളുടെയോ
ഭാവി നന്നാക്കാൻ വേണ്ടി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി മറ്റുള്ള ഒരു മക്കളെ ജീവിതവും തകർക്കരുത്. അതിൻ്റെ ഗുണം ഇതിന് കൂട്ടു നിന്നവരും ഭാഗമാത്രമായവരും അനുഭവിക്കും. ഒരു കാലം കണക്ക് തീർക്കാതെ പോയിട്ടില്ല. താന്തോന്നികളായ മക്കളാണെങ്കിൽ അവരവരെ വഴിക്ക് പോട്ടെ നിൽക്കണം. കഞ്ചാവിനും മദ്യത്തിനും അടിമപ്പെട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കല്യാണം കഴിച്ചാൽ ശരിയാവും, കല്യാണം കഴിച്ചാൽ ശരിയാവും. നിങ്ങളോട് ആര് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ ശരിയാവും? ഇത് ശീലിച്ച ആൾക്കാരല്ലേ ഡി അഡിക്ഷൻ കൺട്രോൾ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവരെ ശരിയാക്കി എടുക്കാതെ ഒരിക്കലും അവർ നന്നാവില്ല. ഒരു പെണ്ണിനെ കൊണ്ടൊന്നും ഇത്തരക്കാരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആണുങ്ങൾ വിചാരിച്ച് നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അനുഭവമാണ് ഇത്. വീട്ടുകാർക്ക് വേണ്ടി ഇവിടെ കല്യാണം കഴിച്ച് വെച്ചു, എന്നിട്ട് പിന്നെ അയാൾ നാട്ടുകാരെ പിന്നാലെ പോയി. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്നും ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം മണ്ണെണ്ണയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മറ്റണം പൊള്ളിക്കേണ്ട അവസരം വരുന്നത്. എന്തായാലും നന്നായി എന്ന് ഞാൻ പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കില്ല. എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ ഇത്തരം ഒരു കേസിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള മക്കളോ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ ജീവിതം ദുരന്തത്തിലാക്കാൻ ശ്രമിക്കരുത്. ഒരു കാലവും കണക്ക് തീർക്കാതെ പോവില്ല. നിങ്ങൾക്കും മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പം ഞാൻ പറയണത്, ഒരു മക്കളും അനുഭവിക്കാതിരിക്കട്ടെ. അവർ ചെയ്തതിൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷ അവരാണ് അനുഭവിക്കേണ്ടത്, മക്കളല്ല. അതുകൊണ്ട് ആ മക്കളുടെ ഭാവിയൊക്കെ നന്നായിരിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ പഠിപ്പിക്കുക, ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക. പിന്നെ നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നത് ഒരു പണച്ചാക്കിനല്ല, ഒരു മനുഷ്യനെയാണ് വാങ്ങി കൊടുക്കേണ്ടത്, കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പെൺകുട്ടികൾ ബോൾഡായിരിക്കണം. ഇത്തരത്തിലുള്ള ആണുങ്ങളെ ഇതേപോലെ ഒഴിക്കാനും ഇടിച്ച് വരി ഒടക്കാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പം തന്നെ കുറേയേറെ ഇത്തരം ഫ്രോഡുകൾ ശരിയാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചങ്കുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം.